ആർക്കോ വേണ്ടിയുള്ള ഭർത്താവിൻ്റെ പരിപാടി കഴിഞ്ഞ് നിരാശയോടെ കിടക്കാണ് ശിവാനി. എന്നത്തെയും പോലെ ഇന്നും ശിവാനിക്ക് തൃപ്തിയായിട്ടില്ല. ഇതുമായി പൊരുത്തപ്പെടാൻ ശിവാനി പരമാവധി ശ്രമിച്ചിട്ടും അവൾക്കതിനാവുന്നില്ല. വിങ്ങൽ സഹിക്കാനാവാതെ കൈ തലക്കടയിൽ വെച്ചാണ് അവൾ കിടക്കുന്നത്. തൊട്ടടുത്ത് ഭർത്താവ് ദിലീപും കിടക്കുന്നുണ്ട്. ചെറിയ ശബ്ദത്തിൽ കൂർക്കം വലിച്ചാണ് അയാൾ കിടക്കുന്നത്. അപ്പുറത്ത് തൊട്ടിലിൽ 2.5 വയസ്സായ മോനും നല്ല ഉറക്കത്തിലാണ്. ശിവാനിക്ക് മാത്രം ഉറങ്ങാനാവുന്നില്ല. അവൾക്ക് ഒന്നുമാവാത്ത സങ്കടത്തിൽ വിങ്ങിക്കിടക്കാണവൾ. ദിലീപ് ഒരു ഹാർഡ്വെയർ കട നടത്തുകയാണ്. 35 വയസ്സാണ് ദിലീപിന്. ശിവാനിക്ക് 32. നല്ല സ്നേഹമുള്ള ഭർത്താവാണ് ദിലീപ്. ഭാര്യയുടെ ഏതാഗ്രഹവും അവൻ നടത്തി കൊടുക്കും. ഭാര്യയും മോനും അവന് ജീവനാണ്. ശിവാനിക്കും ഭർത്താവിന് ജീവനാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ശിവാനി തൃപ്തിയല്ല. ദിലീപ് നല്ല കളിക്കാരനാണെങ്കിലും ശിവാനിക്ക് തികയുന്നില്ല. അവൾ ഉദ്ദേശിച്ച കൊടുങ്കാറ്റാവാൻ ദിലീപിനാകുന്നില്ല എന്നതാണ് പ്രശ്നം. ശിവാനിക്കിഷ്ടം പരിക്കൻ രീതിയാണ്. ദിലീപാണെങ്കിൽ ഭാര്യ ഒട്ടും വേദനിപ്പിക്കാതെ സ്നേഹിച്ചു ലാളിച്ചുമാണ് അവൻ കാര്യം നടത്തുന്നത്. തന്നെ കടിച്ചു കയറണമെന്ന് ആഗ്രഹിക്കുന്ന ശിവാനിക്ക് ദിലീപിൻ്റെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. എങ്കിലും അവൾക്ക് കുറച്ചുകൂടി പരിക്കനായി വേണമല്ല. ആ സമയത്ത് തന്നെ വേദനിപ്പിക്കാനൊക്കെ ശിവാനി പലവട്ടം ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനത് ചെയ്തില്ല. ഒരിക്കലെങ്കിലും താൻ ആഗ്രഹിച്ച രീതിയിൽ എല്ലാം ഒന്ന് നടത്തണമെന്ന പ്രതീക്ഷയുമായാണ് ശിവാനിയുടെ നടപ്പ്. ആ വീട്ടിൽ ഒരു കഥാപാത്രം കൂടിയുണ്ട്. ദിലീപിൻ്റെ ജ്യേഷ്ഠൻ മോഹൻ. 40 വയസ്സുള്ള മോഹൻ അവിവാഹിതനാണ്. നാടിനും വീടിനും വേണ്ടാത്തവൻ. അവൻ രാഷ്ട്രീയക്കാരനാണ്. ജനക്ഷേമം ഉദ്ദേശിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. അവൻ്റെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവൻ. ഒട്ടേറെ കേസുകൾ അവൻ്റെ പേരിലുണ്ട്. ജയിലിലും പലതവണ കിടന്നിട്ടുണ്ട്. പാർട്ടിയിലെ വനിതാ വിഭാഗം നേതാവിനെ പാർട്ടി ഓഫീസിൽ വെച്ച് ഉപദ്രവിച്ചെന്ന കേസിൽ കുറച്ച് ദിവസം മുമ്പ് ജയിലിൽ കിടന്നു. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ മോഹൻ. ആ വനിതാ നേതാവിനേക്കാൾ പാർട്ടിക്ക് ആവശ്യം മോഹനെയാണ് എന്നതുകൊണ്ട് പാർട്ടി എന്നത് മോഹൻ്റെ ഒപ്പമാണ്. അടിപിടിയും പ്രശ്നങ്ങളും മോഹനൊരു വിഷയമേ അല്ല. പാർട്ടിയിലെ ഉന്നതരായ നേതാക്കൾക്കെതിരെ ഫേസ്ബുക്കിൽ കമൻറ്റിട്ട ഒരുത്തനെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. അവർ പരാതി പോലും കൊടുത്തില്ല. പാർട്ടിയിലെ ഏത് നേതാവിനൊപ്പം നിൽക്കാൻ മാത്രം സ്വാധീനമുണ്ട് മോഹന്. പാർട്ടിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ മോഹന് കഴിവുണ്ട്. മോഹന് പാർട്ടിയിൽ സ്വാതന്ത്ര്യമാണ്. ഒന്നിനും വിലക്കില്ല. ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാനൊന്നും മോഹൻ പോകാറില്ല. അവനിറങ്ങിയാൽ ഉള്ള വോട്ട് കൂടി പോകുമെന്ന് അവന് തന്നെ അറിയാം. പാർട്ടിക്കെതിരെ വരുന്ന ഏതൊരുത്തരെയും കൈകൊണ്ട് നേരിടുക എന്നതാണ് മോഹൻ്റെ പണി. ചില നേതാക്കൾക്ക് വേണ്ടി സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ പോലും മോഹൻ കൈവച്ചിട്ടുണ്ട്. നല്ല തറവാട്ടിൽ പിറന്നവനാണ് മോഹൻ്റെ അച്ഛൻ. അയാളും മാന്യനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണ് മോഹൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ എന്നും ആ കുടുംബത്തിന് തലവേദനയായിരുന്നു. മോഹൻ്റെ വഴിവീഴ്ച പോക്കിൽ മനം നൊന്ത് ആദ്യം അച്ഛനും പിന്നെ അമ്മയും മരിച്ചു. മോഹനെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കി. അമ്മാവന്മാർ ഒത്തിരി പരിശ്രമിച്ചിട്ടാണ് ദിലീപിന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തത്. രാഷ്ട്രീയ ഗുണ്ടയായ മോഹനുള്ള വീട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ചടക്കാൻ ഒരച്ഛനും തയ്യാറായില്ല. അവസാനം അകന്നൊരു ബന്ധത്തിൽ നിന്നാണ് ശിവാനിയെ ദിലീപിന് ഭാര്യയായി കിട്ടിയത്. മോഹൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും. ദിലീപുമായി മോഹന് ഒരടുപ്പവും ഇല്ല. ശിവാനിക്കാണെങ്കിൽ അവനെ കാണുന്നത് തന്നെ പേടിയാണ്. എന്നാലും മോഹൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ മറുപടി പറയും. ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്യും. മോഹൻ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാറില്ല. എങ്കിലും ശിവാനി വിളമ്പി കൊടുക്കുന്നത് അവൻ കഴിക്കും. അന്ന് ദിലീപ് കടയിൽ പോയി കഴിഞ്ഞ് ശിവാനി അകത്ത് നിലം തുടക്കുകയാണ്. അപ്പോഴാണ് മോഹൻ കയറി വരുന്നത്. നിന്റെ കെട്ടിയോൻ എവിടെയടി? കടയിൽ പോയോ? മോഹൻ്റെ പരിക്കും ശബ്ദം കേട്ട് ശിവാനി പേടിയോടെ അവനെ നോക്കി. ആ പോയി, വിറച്ചുകൊണ്ട് ശിവാനി പറഞ്ഞു. അവൾ കയറ്റിക്കുത്തിയ മാക്സി താഴേക്കിട്ടു. അത് മോഹൻ്റെ നോട്ടം കണ്ടിട്ടായിരുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാവിനെ ഉപദ്രവിച്ച ആളാണിത്. ഇയാളെ പേടിക്കണം. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോടി? വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല മോഹൻ. ആ അപ്പോൾ ഉണ്ട്. കാലത്തുണ്ടാക്കിയതിൽ 3-4 ബാക്കിയുണ്ടെന്ന് ഓർത്തുകൊണ്ട് ശിവാനി പറഞ്ഞു.
നല്ല മുരിഞ്ഞതാണോടി? അത് ചോദിക്കുമ്പോൾ അയാളുടെ നോട്ടം ശിവാനിക്ക് പേടി തോന്നി. അത് രാവിലെ ഉണ്ടാക്കിയതാ. ആ, എന്തായാലും എടുക്ക്. അവൾ തുളച്ച് വൃത്തിയാക്കിയ സ്ഥലത്തൂടി അഴക്കുള്ള കാലുമായി മോഹൻ നടന്നു ചെന്ന് ടേബിളിലിരുന്നു. ശിവാനി വേഗം അടുക്കളയിലേക്ക് ചെന്ന് അവന് കഴിക്കാനുള്ളത് വിളമ്പി. 4 അപ്പം ബാക്കിയുണ്ട്, കുറച്ച് കറിയും. അതവൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ചായ ഇപ്പോൾ ചൂടാക്കി തരാം. അവൾ അടുക്കളയിലേക്ക് തന്നെ ചെന്ന് ചായ ചൂടാക്കി വേഗം മോഹന് കൊണ്ടുവന്ന് കൊടുത്തു. കൊച്ചെന്തേടി? അത് അവനെ ഉറക്കി. അമർത്തി ഒന്ന് മൂടിക്കൊണ്ട് മോഹൻ കഴിച്ചെഴുന്നേറ്റു. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ, എന്നെ വിളിക്കണ്ട. അത്രയും പറഞ്ഞ് മോഹൻ മുറിയിലേക്ക് പോയി. വല്ലപ്പോഴുമേ വീട്ടിൽ വരൂ, എങ്കിലും അവന് സ്വന്തമായി ഒരു മുറിയുണ്ടവിടെ. അത് ദിലീപിനും ശിവാനിക്കും ഒരു തലവേദനയായി തുടരുകയാണ്. കുടുംബക്കാർ ഇടപെട്ട് മോഹനോട് ഭാഗം വാങ്ങി പിരിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിലും അവനതിന് തയ്യാറായില്ല. ഇപ്പോഴും അവന് കൂടി അവകാശപ്പെട്ടതാണ് ആ വീട്. തോന്നുമ്പോഴൊക്കെ അവനവിടെ വരികയും ചെയ്യും. ആ വരവ് മുടക്കാൻ ദിലീപ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നില്ല. മോഹൻ മുറിയിൽ കയറി വാതിൽ ചാരി. ശിവാനിക്കൊരു സമാധാനമില്ലെങ്കിലും അവൾ നിലം തുടയ്ക്കുന്ന പണി തുടർന്നു. ഭർത്താവിൻ്റെ ചേട്ടനാണെങ്കിലും എതിർപ്പാർട്ടിക്കാരുടെ പേടി സ്വപ്നമാണ് അകത്തെ മുറിയിൽ കിടക്കുന്നത്. ഒരു മനുഷ്യനെ തട്ടുന്നതൊക്കെ അയാൾക്ക് പൂച്ചയെ തട്ടുന്ന പോലെ നിസ്സാരമാണ്. വാഴപ്പിണ്ടി വെട്ടിക്കൂട്ടുന്ന പോലെയാണ് അയാൾ വെട്ടുക. പക്ഷെ സാക്ഷി പറയാൻ ഒരുത്തരം തയ്യാറാകില്ല. അതെല്ലാം ഓർത്തുകൊണ്ട് ചെറിയൊരു പേടിയോടെയാണ് ശിവാനി വീട്ടുജോലികൾ ചെയ്യുന്നത്. കുറച്ചു നേരം മോഹൻ കിടന്ന മുറിയിൽ നിന്നും സംസാരം കേട്ടു. ഫോണിലൂടെയാണെന്ന് ശിവാനിക്ക് മനസ്സിലായി. എങ്കിലും തുടച്ചു കഴിഞ്ഞ് അവൾ കാതോർത്തു. ഇപ്പോൾ സംസാരമൊന്നും കേൾക്കുന്നില്ല. മോഹനെ ഇഷ്ടമല്ലെങ്കിലും അയാളുടെ മുറിയും അവൾ വൃത്തിയാക്കും. ഈ വീട്ടിനുള്ളിൽ തന്നെയാണല്ലോ ആ മുറിയും. ആ മുറിയും കൂടി തുടച്ചു കഴിഞ്ഞാൽ തനിക്ക് കുളിക്കാമെന്നോർത്ത് കുറച്ചു നേരം ശിവാനി ആ വാതിക്കലിൻ്റെ മുമ്പിൽ നിന്നു. അകത്ത് നിന്ന് അനക്കമൊന്നുമില്ലാത്തത് കണ്ട് അവൾ ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു. മോഹൻ ബെഡിൽ കിടന്ന് നല്ല ഉറക്കമാണ്. ശിവാനി ശബ്ദമുണ്ടാക്കാതെ വേഗം തുടയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് തല തിരിച്ച് നോക്കി ശിവാനി ആകെ ഞെട്ടിപ്പോയി. അയാൾ കണ്ണു തുറന്ന് തന്നെ നോക്കിക്കിടക്കുന്നു. പേടിച്ചുപോയ ശിവാനി വേഗം പുറത്തേക്കിറങ്ങി. അവൾക്കെന്തോ പന്തിയോട് തോന്നി. തന്നെ ഇതുവരെ അയാൾ മോശമായി നോക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇന്നത്തെ നോട്ടത്തിൽ എന്തോ ഒരു വശപിശകുണ്ട്. ശിവാനി അസ്വസ്ഥതയോടെ കുളിക്കാൻ കയറി. അടച്ചിട്ട ഈ വീടിനുള്ളിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭർത്താവിൻ്റെ ചേട്ടനും താനും തനിച്ച് എന്നുള്ളത് അവളെ ഭയപ്പെടുത്തി. കുളിക്കുമ്പോഴും അവളിൽ പേടിയുണ്ടായിരുന്നു. കുളി കഴിഞ്ഞു മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ശിവാനി വാതിലിനടുത്ത് തറഞ്ഞു നിന്നു. ഹാളിലെ സെറ്റിയിൽ അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുകയല്ല, കുളി കഴിഞ്ഞു വരുന്ന തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ നേരത്താണോടി നീ എന്നും കുളിക്കാറ്? കുളിച്ചിറങ്ങി വരുന്ന അനിയൻ്റെ ഭാര്യയെ നോക്കി മോഹൻ ചോദിച്ചു. ശിവാനി തലയാട്ടി. ദിലീപിനി രാത്രിയെ വരൂ. അതിനും ശിവാനി തലയാട്ടി. അതിലൊരു അപകടം അവൾക്ക് തോന്നി. ഏട്ടൻ ഊണിനുണ്ടാവുമോ? അയാൾ എത്രയും പെട്ടെന്ന് പോയാൽ മതിയെന്നാഗ്രഹിച്ച ശിവാനി അവനോട് ചോദിച്ചു. ആ, ഞാൻ വൈകിട്ടേ പോകുന്നുള്ളൂ. ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടോടി? ആ, മീനുണ്ട്. ഓ, വല്ല ചാളയാകും, അല്ലാതെ കഷ്ണം മീനൊന്നും ആ പിശുക്കൻ വാങ്ങില്ലല്ലോ. ശിവാനി ഒന്നും പറയാതെ അടുക്കളയിലേക്ക് നടന്നു. ഇയാളിന്ന് ഉണ്ടുറങ്ങാൻ വന്നതാണെന്ന് അവളെ ശരിക്കും ഭയപ്പെടുത്തി. ദിലീപിനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് അവൾ ചിന്തിച്ചെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്തായാലും അയാൾ ഭർത്താവിൻ്റെ ചേട്ടനല്ലേ, അയാൾ ഈ വീട്ടിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അവൾ ഊണിനുള്ള പണി തുടങ്ങി. അയാൾ എന്ത് ചെയ്യാണെന്നാവോ. എന്തായാലും അയാൾ ഈ വീട്ടിനുള്ളിൽ തന്നെ ഉള്ളത് ശിവാനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായി. മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ കണ്ട് അടുക്കളപ്പണി എടുക്കുന്ന ഒരു ശീലം ശിവാനിക്കുണ്ട്. അവൾ യൂട്യൂബിൽ പാട്ട് വെച്ച് അടുക്കളപ്പണി ചെയ്തു. പക്ഷേ അവളുടെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല. ദയയില്ലാത്ത ഒരു മനുഷ്യമൃഗമാണ് വീട്ടിലുള്ളത്. കയ്യൂക്ക് കൊണ്ട് മാത്രം മറുപടി പറയുന്നവൻ, പലതവണ ജയിലിൽ കിടന്നവൻ, പാർട്ടിക്കാർക്ക് ആയുധം കൊണ്ട് പ്രതിരോധം തീർക്കുന്നവൻ, എതിർ പാർട്ടിക്കാരുടെ പേടി സ്വപ്നം.
48 വയസ്സുള്ള സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ പാർട്ടി ഓഫീസിൽ വെച്ച് ഉപദ്രവിച്ച ആൾ. പെട്ടെന്ന് ശിവാനി ഒന്ന് വിറച്ചു. അവളുടെ കാൽവിരലിൽ നിന്നും തുടങ്ങിയ ഭയം ദേഹമാസകലം വ്യാപിച്ച് തലച്ചോറിലെത്തി പൊട്ടിത്തെറിക്കാൻ പാകത്തിലായി. അവൾ കിച്ചൻ്റെ സ്ലാബിൽ ചാരി നിന്ന് കിതച്ചു. തനിക്ക് എന്താണ് ഈ അസ്വസ്ഥതയെന്ന് ശിവാനിക്ക് മനസ്സിലായില്ല. ഒരു ചാനൽ അവതാരകൻ പറഞ്ഞ പോലെ ഒരു വാക്ക് അവളിൽ ഓർമ്മ വന്നു. അകത്ത് കിടക്കുന്നത് ഒരു പിശാചാണ്. ശിവാനി വല്ലാതെ കിതച്ചു. ദിലീപും മോഹനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ദിലീപ് പാവത്താനും പേടിത്തൊണ്ടനുമാണ്. മോഹൻ കരുത്തനും ക്രൂരനുമാണ്. ദിലീപിൻ്റെ മറ്റേ പരിപാടിയും ബന്ധവും അതുപോലെ തണുപ്പാണ്. പക്ഷേ മോഹൻ ആളൊരു കാട്ടാളനാണ്. അവൻ കടിച്ച് കീറും. ഭയം നിറഞ്ഞ ശിവാനിയുടെ മനസ്സിൽ മോഹൻ ഒരാരാധ്യ പുരുഷനായത് പെട്ടെന്നാണ്. ഭയം നിറഞ്ഞ മനസ്സ് ശാന്തമായതും അവിടെ മറ്റൊരാഗ്രഹം വന്ന് നിറയുന്നത് ശിവാനി അറിഞ്ഞു. മോഹൻ ക്രൂരനാണെന്നറിയാം. പക്ഷേ അതൊന്നുമല്ല ശിവാനിക്ക് വിറയ്ക്കാനും കിതയ്ക്കാനും കാരണം. അവൻ പിശാചാണ്. വെറും പിശാചല്ല, മറ്റേ കാര്യങ്ങളൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന പിശാച്. വല്ലാത്തൊരു ആവേശം ശിവാനിയെ പിടികൂടി. അയാളും താനും മാത്രമാണ് ഈ വീട്ടിലിപ്പോഴുള്ളത്. ദിലീപിൻ്റെ പണി കഴിഞ്ഞ് നിരാശയോടെയാണ് താൻ കിടക്കാറ്. അവൻ്റെ തണുപ്പൻ പരിപാടി ഒരിക്കലും തന്നെ പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. ദിലീപ് തിരിഞ്ഞു കിടക്കുമ്പോൾ താൻ പലതും ചെയ്താണ് അടക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോഴൊക്കെ താൻ ആഗ്രഹിച്ചത് ഇങ്ങനൊരു പുരുഷനാണ്. അതെ, മോഹനല്ലേ ആ ആള്. തന്നെ വലിച്ചു കയറുന്നതാണ് തനിക്കിഷ്ടം. കൊഞ്ചിച്ചും ലാളിച്ചു നടത്തുന്ന സ്നേഹനിമിഷങ്ങൾ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അത് ഇഷ്ടമാണ്. വേണ്ടോളം ആസ്വദിക്കുന്നുമുണ്ട്. എന്നാലും പരിക്കൻ പരിപാടികൾ താൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞ് ചെയ്യിച്ചിട്ട് പോലും ദിലീപിന് തൻ്റെ ആഗ്രഹം തീർക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശിവാനി കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗ അണച്ചു. പിന്നെ വേഗം അവളുടെ മുറിയിലേക്ക് നടന്നു. ഹോളിലെങ്ങും അയാളെ കണ്ടില്ല. പിന്നെ ശിവാനി പോയത് മോഹൻ കിടക്കുന്ന മുറിയിലേക്കാണ്. അവൾ ചെറുത് തീരുമാനിച്ചുകൊണ്ടാണ് ചാരിയിട്ട വാതിൽ തുറന്നത്. ബെഡിൽ മൊബൈലിൽ തോണ്ടിക്കിടക്കുന്ന മോഹൻ വാതിൽ തുറക്കുന്നതറിഞ്ഞ് ഒന്ന് നോക്കി. ഏട്ടന് കുടിക്കാൻ? ഒരിക്കലും മോഹനോട് ചിരിച്ചിട്ടില്ലാത്ത ശിവാനി ചിരിയോടെയാണ് അത് ചോദിച്ചത്. എന്താ ഇനി കുടിക്കാനുള്ളത്? മൊബൈൽ ബെഡിലേക്ക് വെച്ചുകൊണ്ട് അവളെ നോക്കി മോഹൻ ചോദിച്ചു. ഏട്ടന് എന്താ വേണ്ടേ? ഇത്തവണ കുറച്ച് കുണുങ്ങിക്കൊണ്ടാണ് ശിവാനി ചോദിച്ചത്. നീ എന്താടി ഇവിടെ കൂൾ ബാർ നടത്തുന്നുണ്ടോ? ഏയ്, കൂൾ ബാർ ഒന്നും നടത്തുന്നില്ല. എന്നാലും ഏട്ടന് വേണ്ട ജ്യൂസ് ഞാൻ തരാം. ഇപ്പോൾ അമ്പരുന്നത് മോഹനാണ്. തൻ്റെ കൺമുമ്പിലേക്ക് പോലും വരാതെ ദൂരെ നിന്നും പേടിയോടെ നോക്കിയ പെണ്ണാണ് ഇപ്പോൾ താൻ കിടക്കുന്ന റൂമിലേക്ക് വന്നെന്ന് മാത്രമല്ല ധൈര്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാ ഒരു ആപ്പിൾ ജ്യൂസ് എടുക്ക്, മോഹൻ പറഞ്ഞു. അയ്യോ ഏട്ടാ, ആപ്പിള് ഇവിടെ ഇല്ല. നീ എന്താടി ആളെ കളിയാക്കാണോ? മോഹൻ ദേഷ്യത്തോടെ മുരണ്ടു. അവളുടെ സംസാരം തന്നെ അവന് പിടിച്ചിട്ടില്ല. ഏട്ടൻ്റെ അനിയൻ പിശുക്കനല്ലേ, ആപ്പിളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. ഇവൾക്ക് എന്താണ് പറ്റിയത്? മോഹൻ ചിന്തിച്ചു. തന്നോട് ഇതുവരെ ഇവൾ നേരെ നിന്നും സംസാരിച്ചിട്ടില്ല. തൻ്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലായിട്ടും ഈ വീട്ടിൽ മറ്റാരുമില്ലെന്ന് അറിഞ്ഞിട്ടും ഇവൾ എന്തിനാണ് തൻ്റെ മുറിയിലേക്ക് വന്നത്? അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പേടിയില്ലെന്ന് മാത്രമല്ല, മറ്റെന്തോ ഉണ്ട്. ഏട്ടന് വേറെന്ത് വെള്ളമ വേണ്ടേ? അതിലൊരു കൊഞ്ചലുണ്ടെന്ന് പോലും മോഹന് തോന്നി. എന്നാ നീ ഒരു ഉപ്പിട്ട നാരങ്ങവെള്ളം എടുക്ക്. അത് കേട്ട് എളിഞ്ഞ ചിരിയോടെ ശിവാനി നിന്ന് പരിങ്ങി. അതേട്ടാ, ഇവിടെ നാരങ്ങയുമില്ല. ഡി കഴുതേ, നീ എന്താടി ആളെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? പിന്നെ എന്തിനാടി നീ വെള്ളം വേണമെന്ന് ചോദിച്ചത്? ഒരു തേങ്ങയും നിൻ്റെ അടുത്തില്ല. ചാടി എഴുന്നേറ്റ് മോഹൻ ശിവാനിയുടെ മുന്നിൽ വന്ന് അലറി വിളിച്ചു. അവൻ്റെ ശബ്ദം ഉണർന്നതും മുഖഭാവം മാറിയതും കണ്ട് അവളൊന്ന് പേടിച്ചു. നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ചു പറയും. അത് കേട്ടതും ശിവാനി ഒറ്റ പാച്ചിലാണ് അടുക്കളയിലേക്ക്. ഒന്ന് പേടിച്ചെങ്കിലും അവൾക്ക് കുസൃതിയാണ് തോന്നിയത്. ഏട്ടൻ്റെ വായിൽ നിന്ന് വന്ന വികട സരസ്വതി കേട്ട് അവൾക്ക് നാണവും തോന്നി. അവൾ ഫ്രിഡ്ജ് തുറന്ന് ഉള്ളിലേക്ക് നോക്കി ചിരിച്ചു. അതിനുള്ളിൽ നല്ല ചുവന്ന് തൊടുത്ത ആപ്പിള് 4 നാരങ്ങയുമുണ്ട്.
അവൾ 2 ആപ്പിളും ഒരു പാക്കറ്റ് പാലും എടുത്ത് നല്ല കട്ടിക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി അത് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു. അവൾ ഗ്ലാസുമായി മോഹൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും മോഹൻ ഫാനിലേക്ക് നോക്കി മലർന്ന് കിടക്കാണ്. ശിവാനി വന്നത് കണ്ട് അവൻ രൂക്ഷമായി നോക്കി. ഇതാ ചേട്ടാ ആപ്പിൾ ജ്യൂസ്. ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് ശിവാനി മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു. മോഹൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവളെ ഒന്ന് നോക്കി. നേരത്തെ അവൾ പറഞ്ഞത് ആപ്പിൾ ഇല്ലെന്നാണ്, ഇപ്പോൾ ആപ്പിൾ ജ്യൂസുമായി വന്നിരിക്കുന്നു. ശരിക്കും എന്താ ഇവളുടെ പ്രശ്നം? നീയല്ലേ ആപ്പിൾ ഇല്ലെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി? നീ മരത്തിന്ന് പറിച്ചോ? അവൾ തന്നെ കളിയാക്കുന്ന ഇഷ്ടപ്പെടാതെ മോഹൻ മുരണ്ടു. ഞാനേട്ടനെ പറ്റിച്ചതല്ലേ, ആപ്പിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മോഹന് അത്ഭുതം അടക്കാനായില്ല. ഇവൾക്കിത് എന്തു പറ്റി? ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറും പോലെയാണ് തന്നോട് ഇവൾ പെരുമാറുന്നത്. തൻ്റെ വീരകൃത്യങ്ങളൊക്കെ ഇവൾക്കറിയാം. പിന്നെന്താ ഇവൾ ഇങ്ങനെ? തൻ്റെ മുന്നിൽ പേടിയോടെ അല്ലാതെ നിന്നിട്ടില്ലാത്ത പെണ്ണാണ് ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നതും സംസാരിക്കുന്നതും. എന്താണ് ഇതിനർത്ഥം? എന്നാ കൊടിക്കേട്ടാ. ജ്യൂസ് ഗ്ലാസ് അവനെ നീക്കിക്കൊണ്ട് ശിവാനി പറഞ്ഞു. മോഹൻ ഒന്നും മിണ്ടാതെ അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. നന്നായിട്ടുണ്ടോ ഏട്ടാ? ഗ്ലാസ് തിരിച്ചു വാങ്ങുമ്പോൾ ശിവാനി തിരക്കി. മോഹൻ ഒന്നും പറയാതെ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. ശിവാനി നാണത്തോടെയാണ് അവൻ്റെ നോട്ടം ഏറ്റുവാങ്ങിയത്. അവളുടെ നാണവും പരിങ്ങലും മോഹന് കൃത്യമായി മനസ്സിലായെങ്കിലും ഇതുവരെ ഇല്ലാത്ത ഒരിളക്കം അനിയൻ്റെ ഭാര്യയിൽ കണ്ട അവൻ അന്തം വിട്ടിരിക്കുകയാണ്. ശിവ, എന്താ ശരിക്കും നിന്റെ പ്രശ്നം? ഇതുവരെ നീ എൻ്റെ മുഖത്ത് പോലും നോക്കി സംസാരിച്ചിട്ടില്ല. എൻ്റെ മുറിയിലേക്ക് നീ കയറിയിട്ടില്ല. ഇപ്പോൾ നിനക്ക് എന്തു പറ്റി? ശിവാനി അത് കേട്ട് ചിരിച്ചു. മോഹൻ ആദ്യമായിട്ടാണ് അവളെ ശിവ എന്ന് വിളിക്കുന്നത്. പക്ഷേ അവൻ ചോദിക്കുന്നത് ഒരേട്ടൻ്റെ വാത്സല്യത്തോടെയാണെന്നത് അവൾക്കല്പം പ്രയാസമുണ്ടാക്കി. എന്നാലും തൻ്റെ മനസ്സിൽ മുട്ടിട്ട ആഗ്രഹം അവനോട് പറയാൻ അവൾ തീർച്ചപ്പെടുത്തി. അത് എനിക്ക് ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ, അതെനിക്ക് മനസ്സിലായി. നീ കാര്യം പറ. ശിവാനി നിന്ന് പരിങ്ങിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നീ എന്നെ കളിപ്പിക്കാൻ തന്നെ ഇറങ്ങിയേക്കാണോടി? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ ഇവിടെ നിറങ്ങ്. മോഹൻ ദേഷ്യപ്പെട്ടെങ്കിലും ശിവാനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ചോദിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അത് ഏട്ടാ, നിങ്ങളെപ്പറ്റി കേൾക്കുന്നതൊക്കെ സത്യമാണോ? ശിവാനി കിതപ്പോടെയാണ് ചോദിച്ചത്. അത് കേട്ട് മോഹൻ ശരിക്കും നെട്ടി. ഇങ്ങനൊരു ചോദ്യം അവളിൽ നിന്നും അവൻ പ്രതീക്ഷിതേയില്ല. നീ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്, മോഹൻ അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. ആ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഹോ, എന്തൊക്കെയാ ഏട്ടനെ പറ്റി ന്യൂസിൽ പറഞ്ഞത്? ഏട്ടൻ ശരിക്കും ആ പെണ്ണിനെ എന്തെങ്കിലും ചെയ്തോ? ഒന്ന് തുടങ്ങി കിട്ടിയതോടെ ശിവാനിയുടെ പേടി മാറി. അല്ലെങ്കിലും എന്ത് പേടിക്കാൻ? കൂടിപ്പോയാൽ ഇയാൾ അതുപോലെ തന്നെ തന്നെയും ചെയ്യും. അതിനല്ലേ താനും കാത്തിരിക്കുന്നത്. പിന്നെ എന്ത് പേടിക്കാം? ശിവാനിയുടെ പ്രശ്നം മോഹന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അനിയൻ്റെ ഭാര്യയാണ്. ഇതുവരെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവളാണ്. അവളിപ്പോൾ ധൈര്യത്തോടെ തന്നോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഒരു നാണവും മടിയുമില്ലാതെയാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ ചോദിച്ചത്. ശിവ, നീ പോയിക്കേ, ഞാനൊന്ന് ഉറങ്ങാൻ വന്നതാ, ശല്യപ്പെടുത്താതെ നീ പോ. ദേഷ്യം വന്നെങ്കിലും മോഹൻ സൗമ്യമായാണ് അത് പറഞ്ഞത്. ഏതൊരാണും പേടിയില്ലാതെ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കില്ല. അപ്പോഴാണ് ഈ നരന്ത് പെണ്ണ് ഇതൊക്കെ ചോദിക്കുന്നത്. ആ, ഞാൻ പൊക്കോളാം. ഏട്ടൻ ഇത് പറ, ശരിക്കും ഏട്ടൻ എന്തെങ്കിലും ചെയ്തോ? അതും ആ പാർട്ടി ഓഫീസിൽ വെച്ച്. ശിവാനി അവനെ ദേഷ്യം പിടിപ്പിക്കാനായാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവന് ദേഷ്യം പിടിച്ചാലേ താൻ ഉദ്ദേശിച്ച് നടക്കൂ എന്ന് അവൾക്ക് മനസ്സിലായി. മോഹന് ദേഷ്യം പിടിച്ചെങ്കിലും അവനത് പുറത്തു കാട്ടിയില്ല. അത് മനസ്സിലാക്കി ശിവാനി വീണ്ടും ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? വയസ്സിന് മൂത്ത ഒരു സ്ത്രീയുമായല്ലേ ആണത്തം തെളിയിക്കുന്നത്? അതിന് നിങ്ങൾക്കിവിടെ മനസാക്ഷി? നിങ്ങൾ മൃഗമല്ലേ, കടിച്ചു കീറുന്ന മൃഗം. ശിവാനി കലിപ്പോടെയാണ് പറയുന്നെങ്കിലും അവളുടെ ഉദ്ദേശം മറ്റേ തന്നെയായിരുന്നു. മോഹൻ വിശ്വാസം വരാതെ ശിവാനിയെ നോക്കി നിൽക്കാണ്. ഒരു പെണ്ണെന്നല്ല,
ഒരാണ് പോലും തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവൾക്കെന്തോ തകരാറുണ്ട്. മോഹൻ ബെഡിൽ നിന്നും ഇറങ്ങി അഴിച്ചിട്ട ഷർട്ട് എടുത്തിട്ടു. അയാൾ പോകാൻ തുടങ്ങിയാണെന്ന് ശിവാനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. ഷേ, എന്നാലും ആ പാവം സ്ത്രീ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? അവരൊരു പാവമായതുകൊണ്ട് തരക്കേടില്ല. ഞാനെങ്ങാനും ആയിരിക്കണം. ശിവാനി ജ്വലിക്കുകയാണ്. ഇപ്പോൾ തന്നെ അയാൾ തന്നെ വലതും ചെയ്തെങ്കിലെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. മോഹന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവൻ മുന്നിൽ നിൽക്കുന്ന ശിവാനിയുടെ കഴുത്തിൽ ഒറ്റപ്പെടുത്തും. കുറേ നേരമായാലോടി നീ കിടന്ന് ചിലയ്ക്കുന്നു. നിനക്ക് എന്താ വേണ്ടത്? ഞാനെനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ ഒരാളും വരണ്ട, കേട്ടോടി. മോഹന് നല്ല ദേഷ്യം വന്നിരുന്നു. പക്ഷേ അവന് കഴുത്തിന് പിടിച്ചിട്ടും ശിവാനിക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. അവൾ പതിയെ അവൻ്റെ കൈയെടുത്ത് മാറ്റി. മോഹൻ അമർത്തി പിടിക്കാത്തത് കൊണ്ട് അവൾക്ക് വേദനിച്ചുമില്ല. ആ, അങ്ങനെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ധൈര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. അതിൻ്റെ കേടാ നിങ്ങൾക്ക്. ആ പാവം സ്ത്രീ അല്ലാതെ എന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ തൊട്ടു നോക്ക്. അപ്പോൾ നിങ്ങൾ വിവരം അറിയും. ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതും ചെയ്യുന്നതെന്നും മോഹന് മനസ്സിലായില്ല. അനിയൻ്റെ ഭാര്യയായിപ്പോയി, അല്ലെങ്കിൽ കാണായിരുന്നു. നിങ്ങൾ വലിയ ഗുണ്ടയല്ലേ? അതൊക്കെ പാവങ്ങളോട് ഞാനെങ്ങാനും ആയിരിക്കണം. പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാൻ ശിവാനിക്ക് സമയം കിട്ടി. മോഹൻ ചോദിച്ചു, എന്താടി ദിലീപിൻ്റെ പോരെ നിനക്ക്? നിനക്കവൻ്റെ തികയുന്നില്ലേടി? അവൻ്റെ കൈയെടുത്ത് മാറ്റാനോ അവനിൽ നിന്നും അകന്നു നിൽക്കാനോ ശിവാനി തയ്യാറായില്ല. ഭർത്താവിൻ്റെ ചേട്ടനെ താനെന്നും എടോ എന്നും വിളിക്കുന്നത് ശിവാനിക്ക് ഒരു പ്രത്യേക രസം തോന്നി. അവളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും മോഹന് കാര്യം മനസ്സിലായിരുന്നു. ചൊറിച്ചിലാണ് അവളുടെ പ്രശ്നം. പക്ഷേ ആ ചൊറിച്ചിൽ മാറ്റാൻ തൽക്കാലം തനിക്ക് നിവൃത്തിയില്ല. ഒന്ന് ഞെരിച്ചുവിട്ട് മോഹൻ കൈയെടുത്തു. നിനക്ക് ചൊറിച്ചിൽ സഹിക്കുന്നില്ല അല്ലേടി? നീയൊരു കാര്യം ചെയ്. നല്ല മുള്ളുള്ള പാവക്ക് കിട്ടും മാർക്കറ്റിൽ. അവനോട് അത് വാങ്ങിക്കൊണ്ട് വരാൻ പറ. എന്നിട്ട് അതെടുത്തൊന്ന് വെച്ച് നോക്ക്. ചൊറിച്ചിൽ മാറിക്കോളും. അല്ലാതെ മോഹനോട് നിന്റെ പരിപാടിയൊന്നും നടക്കില്ല. കത്തി ജ്വലിക്കുന്ന ശിവയുടെ മുഖത്തേക്ക് പുച്ഛത്തോടുകൂടെ നോക്കി മോഹൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശിവാനി ആകെ വിളറിപ്പോയി. ഇപ്പോൾ വലുത് നടക്കുമെന്ന് പ്രതീക്ഷിച്ച അവൾ അപമാനഭാരത്താൽ ഉരുകിപ്പോയി. പുറത്ത് ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് ശിവാനി ഓടി വന്നു. മുറ്റത്തുനിന്ന് റോഡിലേക്ക് കയറിയ ബൈക്ക് കിതച്ചു പായുന്നത് അവൾ കണ്ടു. ഷേ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ആർമാദിച്ച് ഒന്ന് കൂടാന്ന് കയറിയതാണ്. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കാമെന്നും കരുതിയതാണ്. അതിന് പറ്റിയ കരുത്തനാണ് അങ്ങേര്. എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു തരാൻ അങ്ങേരല്ലാതെ വേറൊരാളെ എനിക്കറിയില്ല. അതിനാണ് ഭർത്താവിൻ്റെ ചേട്ടനാണെന്ന് പോലും നോക്കാതെ പലതും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചത്. ഇവിടെ വരെ എത്തിയതാണ്. പിന്നെന്താ അയാൾ ഇറങ്ങിപ്പോയത്? ശിവാനിക്ക് നിരാശ തോന്നി. മിക്കവാറും നല്ല മുള്ളുള്ള പാവക്ക മേടിക്കേണ്ടി വരും. അവൾ മനസ്സിലോർത്തു. തന്നെ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ? അത് കൊള്ളൂലല്ലോ. താൻ സുന്ദരിയല്ലേ, പിന്നെ എന്തു പറ്റി? അങ്ങനെ അന്ന് രാത്രിയും ദിലീപ് ഭാര്യയെ സ്നേഹിച്ചു. അവരെല്ലാം ആസ്വദിച്ചു. പക്ഷേ അവൾക്കപ്പോഴും അതൊന്നുമായിരുന്നില്ല. ഒരു കാട്ടാളൻ വന്ന് തന്നെ എടുത്തു മേയുന്നത് മനസ്സിലാലോചിച്ച് അവൾ കിടന്നു. തൻ്റെ പേര് ശിവാനിയാണെങ്കിൽ മോഹൻ എന്ന ഗുണ്ട തൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണെങ്കിൽ അയാളെ കൊണ്ട് താൻ തൻ്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കുമെന്ന് ശിവാനി മനസ്സിലുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ദിലീപ് പോയതും ശിവാനി മോഹന് ഫോൺ ചെയ്തു. അയാളുടെ നമ്പർ കയ്യിലുണ്ടെങ്കിലും ഇതുവരെ അവൾ മോഹനെ വിളിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല. പക്ഷെ ഇന്ന് വിളിക്കാതിരിക്കാനാവില്ല. അയാളെ ഇപ്പോൾ തനിക്ക് ആവശ്യമുണ്ട്. 2 തവണ ബെല്ലടിച്ച് തീർന്നിട്ടും മോഹൻ ഫോൺ എടുത്തില്ല. ശിവാനിക്ക് നിരാശ തോന്നി. തൻ്റെ നമ്പർ അങ്ങയുടെ കയ്യിലുണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് കരുതി അവൾ വീട്ടുജോലികൾ ഓരോന്നായി തീർത്തു. പിന്നെയും 2 തവണ കൂടി അവൾ മോഹനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. അങ്ങേര് ചത്തോ എന്ന് ചിന്തിച്ച് അവൾ ദേഷ്യം പിടിച്ച് തലങ്ങും വിലങ്ങും നടന്നു. പിന്നെയും ശിവാനി പലതവണ വിളിച്ചെങ്കിലും മോഹൻ ഫോൺ എടുത്തില്ല. ദിലീപിന് ഒരു ഹാർഡ്വെയർ കടയാണ്. അവനിടക്ക് കോയമ്പത്തൂർക്ക് പോകും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. പോയാൽ പിറ്റേന്ന് അവൻ തിരിച്ചു വരുള്ളൂ. ശിവാനിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാണ് ദിലീപ് കോയമ്പത്തൂരിലേക്ക് പോവുക. തിരിച്ചു വരുമ്പോൾ ശിവാനിയും കൊണ്ട് വരികയും ചെയ്യും.
അന്ന് രാത്രി ദിലീപ് വന്നപ്പോൾ പറയുന്നത് കേട്ടു, നാളെ രാവിലെ കോയമ്പത്തൂരിലേക്ക് പോവാണെന്ന്. രാവിലെ അവളുടെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങാനും ശിവാനോട് ദിലീപ് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ശിവാനി, ഏട്ടാ, ഏട്ടൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂരേക്ക് പോകേണ്ടി വരും. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കണോ? ഞാനിവിടെ നിന്നോളാം ഏട്ടാ. നാളെ വൈകുന്നേരം ഏട്ടനിങ്ങ് എത്തില്ലേ? അത് പറയുമ്പോൾ മറ്റൊരു ചിന്തയും ശിവാനിയുടെ മനസ്സിലില്ലായിരുന്നു. നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? അതെന്തായാലും വേണ്ട. ദിലീപിന് അത് സ്വീകാര്യമായില്ല. അതിനെന്താ ഏട്ടാ, ഇത് നമ്മുടെ വീടല്ലേ. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പം എന്താ പ്രശ്നം? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ശീലമാക്കണ്ട ഏട്ടാ. എന്നും എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവാൻ പറ്റുമോ? ശിവാനി ന്യായങ്ങൾ നിരത്തി അവനെ ബോധ്യപ്പെടുത്തി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒടുവിൽ ദിലീപ് സമ്മതിച്ചു. അപ്പോഴും ശിവാനിയുടെ മനസ്സിൽ വേറെ ചിന്തയൊന്നുമില്ലായിരുന്നു. പക്ഷെ രാവിലെ ദിലീപ് കോയമ്പത്തൂർക്ക് പുറപ്പെട്ടതോടെ അവളുടെ മനസ്സ് വിങ്ങാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത ഒരവസരം തൻ്റെ മുന്നിൽ വന്ന് തുറക്കുന്നത് കണ്ട് ശിവാനി കോരിത്തരിച്ചു. പക്ഷേ അവസരമുണ്ടായിട്ട് എന്ത് കാര്യം? താൻ എപ്പോഴേ അതിനൊരുക്കമാണ്. പക്ഷേ അത് ചെയ്യേണ്ടവൻ ഒറ്റ ദിവസം കൊണ്ട് ഹരിചന്ദ്രനായിപ്പോയി. ആ പിശാശിനെ എത്ര തവണ വിളിച്ചു? വല്ലവൻ്റെയും വെട്ടുകണ്ട് ചത്ത് കാണും. അല്ല പിന്നെ. കാര്യം എന്താണെന്നറിയണമെങ്കിൽ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ ആ കാട്ടാളഞ്ഞ്? അവൾ പറഞ്ഞു. കുറച്ചു നേരം ശിവാനി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ചർച്ചിൽ സഹിക്കാനാവാതെ വന്നപ്പോൾ വീണ്ടും അവൻ മോഹന് ഫോൺ വിളിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവൾക്കൊന്ന ദേഷ്യത്തിന് കണക്കില്ലായിരുന്നു. അങ്ങേര് പറഞ്ഞ പോലെ ഈ ചൊറിച്ചിൽ തീരണമെങ്കിൽ പാവക്ക തന്നെ വേണ്ടി വരുമെന്ന് ശിവാനിക്ക് തോന്നി. പെട്ടെന്ന് മനോഹരമായൊരു സംഗീതം അവളുടെ കാതിൽ അലയടിച്ചു. അത് മുറിയിൽ നിന്നും മൊബൈൽ ബെല്ലടിക്കുന്നതായിരുന്നു. വല്ലാത്തൊരാവേശത്തോടെ അവൾ മുറിയിലേക്കോടി. അത് മോഹനാണെന്ന് ഉറപ്പില്ലാനിട്ടും അവൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ബെഡിൽ വെച്ച മൊബൈലിലേക്ക് നോക്കിയ ശിവാനി അടിമുടി ഒന്നുലഞ്ഞുപോയി. മോഹൻ തിരിച്ചു വിളിക്കുന്നു. 3 ദിവസമായി ഈ മനുഷ്യന് ചെയ്ത കോളിന് ഒരു കണക്കില്ല. ഒരിക്കൽ പോലും അയാൾ തിരിച്ചു വിളിച്ചില്ല. ഗുണ്ടയാണത്രേ, ഗുണ്ട. വിറച്ചുകൊണ്ട് ശിവാനി ഫോൺ എടുത്തു. ഹലോ. അവളുടെ തൊണ്ടയുടെ വെള്ളം വറ്റിയിരുന്നു. ഹലോ, ഇതാരാ? മോഹൻ്റെ പരിക്കൻ ശബ്ദം കേട്ട് ശിവാനിക്ക് ദേഹമാസകലം കോരിത്തരിച്ചു. ഇത് ഞാനാ, ശിവാനി. എന്താ കാര്യം? ശിവാനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. എന്തൊക്കെയോ അവൾക്ക് പറയണമെന്നുണ്ട്. എന്താ, ഒന്നും പറയാനില്ലേ? നിന്റെ കുറേ മിസ് കോളുകൾ ഇതിൽ കണ്ടല്ലോ. എന്താ കാര്യം? അത് 2-3 ദിവസമായി ഞാൻ വിളിക്കുന്നു. ഏട്ടൻ എവിടെയായിരുന്നു? ഞാൻ ഇവിടെയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടോ? നീ എൻ്റെ ആരാ? മോഹൻ കലിപ്പിൽ തന്നെ. ഞാൻ തൻ്റെ ആരുമല്ല. പക്ഷെ നീ എൻ്റെ ആരൊക്കെയോ ആണടാ എന്ന് ശിവാനി മനസ്സിൽ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടി. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. മോഹൻ പറഞ്ഞത് കേട്ട് ശിവാനി ഒന്ന് ആലോചിച്ചു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി പറഞ്ഞു. നിങ്ങളെന്നെ ഉപദ്രവിച്ചത് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മോഹനെ ശിവാനി ദേഷ്യപ്പെടുത്തി. നിന്നെ ഞാൻ ഉപദ്രവിച്ചോ? എപ്പോ? ഇല്ലേ, നിങ്ങളെന്നെ വേണ്ട സ്ഥലത്തൊക്കെ ഉപദ്രവിച്ചില്ലേ? കിതപ്പോടെ ശിവാനി ചോദിച്ചു. വേണ്ടാത്ത സ്ഥലമോ? ശിവാനിയുടെ അസുഖം കൃത്യമായി മനസ്സിലായ മോഹൻ ചിരിയോട് ചോദിച്ചു. ഇനി വാ ഉപദ്രവിക്കാൻ. എൻ്റെ ശരിക്കുള്ള സ്വഭാവം താൻ അറിയും. ഇന്നെൻ്റെ ഏട്ടൻ കോയമ്പത്തൂർക്ക് പോവാണെന്ന് കരുതി ഈ വഴിക്കൊന്നും വന്നു പോകരുത്. അതിൽ മോഹനുള്ള വ്യക്തമായ ക്ഷണമുണ്ടായിരുന്നു. ഇല്ലടി, ഞാൻ വരുന്നില്ല. നീ നിൻ്റെ ഏട്ടൻ്റെ കൂടെ കൂടിയാൽ മതി. അല്ലെങ്കിലും തനിക്കിപ്പോൾ കിട്ടും. താനെങ്കിൽ വാ, ഞാൻ തരാൻ തനിക്ക്. നീ ഫോൺ വെച്ച് പോ മോളെ. എനിക്കിപ്പോൾ തീരെ സമയമില്ല. ശിവാനി എന്തോ കൂടി പറയണമെന്നുണ്ടെങ്കിലും മോഹൻ ഫോൺ കട്ടാക്കി. എങ്കിലും എന്തോ ഒരു പ്രതീക്ഷ അവൾക്ക് തോന്നി. ബെഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചവൾ തൊട്ടിലിൽ കിടത്തി ആട്ടിയുറക്കി. അവൾ ഒരു ബൈക്കിൻ്റെ ശബ്ദത്തിനായി കാതോർക്കുന്നുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അവൾ ഹാളിൽ വന്ന് കാത്തിരിപ്പായി. വീട്ടിലെ ഒരു പണിയും അവൾ ചെയ്തിട്ടില്ല. ഒന്നിനും താല്പര്യമില്ല. താല്പര്യമുള്ളത് ഒറ്റ കാര്യത്തിന് മാത്രം. അതിനുള്ള ആളെത്തുന്നതും കാത്ത്
അക്ഷമയോടെ ശിവാനി ഇരുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും അവൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല. മുറ്റത്തേക്ക് ഒരു ബൈക്ക് കയറി വരുന്നത് ജനലിലൂടെ ശിവാനി കണ്ടു. ബൈക്കിലിരിക്കുന്ന മോഹനെ കണ്ട് അവൾ ഞെട്ടി. അവൾ വേഗം ചെന്ന് മുൻവാതിൽ തുറന്നിട്ട് സൈഡിൽ തന്നെ വന്നു നിന്നു. മോഹൻ അകത്തേക്ക് കയറി. അയാൾ വാതിൽ ചാരി ശിവാനിയുടെ അടുത്തേക്ക് വന്നു. മോഹൻ മുന്നിലെത്തിയതും ശിവാനി എഴുന്നേറ്റ് നിന്നു. ഓ, ഏട്ടൻ കോയമ്പത്തൂർക്ക് പോയെന്നറിഞ്ഞ് വന്നതായിരിക്കും. തനിക്ക് ആള് മാറിപ്പോയി. തൻ്റെ പാർട്ടിയിലെ പെണ്ണുങ്ങളെയൊക്കെ തനിക്കറിയൂ. ഇതാള് വേറെയാ. ശിവാനി അവനെ നോക്കി ചീറി. അത് കണ്ട് മോഹനൊന്ന് ചിരിച്ചു. നീ എന്തോ കാണിച്ചരാന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കാണാൻ വന്നതാ, മോഹൻ ശാന്തനായി പറഞ്ഞു. നാണമുണ്ടോട് തനിക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? ആണോ, എന്നാ ഞാൻ പറയുന്നില്ല, കാണിക്കാം. അതും പറഞ്ഞ് ശിവാനി മോഹനിൽ നിന്നും ആഗ്രഹിച്ചതെല്ലാം മോഹൻ അവിടെ വെച്ച് ശിവാനിക്ക് സമ്മാനിച്ചു. ശിവാനി ആ നിമിഷങ്ങൾ ശരിക്കും നന്നായി ആസ്വദിച്ചു. അപ്പോൾ ഈ കഥ ആദ്യം മുതൽ അവസാനം ഇനിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.